പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വാമൊഴിയായി നമ്മോട് പറയുകയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന് പറയുകയാണ്. കൂലിക്കാരൻ ചെന്നായ വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. അവന് കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലയോ? ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് എനിക്കുള്ളതിനെ ഞാൻ അറിയുന്നു. യേശു കർത്താവ് പറയുകയാണ്, എനിക്കുള്ളതിനെ ആടുകളെ ഞാൻ അറിയുന്നു. ആ ആടുകളെ വേറെ ആരും പിടിക്കുവാൻ വന്നാൽ ഞാൻ ആടിനെ രക്ഷിക്കുന്ന ദൈവമാണ്. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി, നമുക്ക് നിത്യജീവൻ തരുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു പരമയാഗമായി ക്രൂശന്മേൽ യാഗമർപ്പിച്ച് തൻ്റെ രക്തം ഊറ്റി തന്ന് നമ്മെ രക്ഷിച്ച ആ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ എൻ്റെ ജീവൻ കളഞ്ഞും നിങ്ങളെ രക്ഷിക്കുകയാണ്. ഞാൻ നിങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ സ്വർഗീയ പ്രതീക്ഷ വിട്ട് ഞാൻ ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് പറയുകയാണ്, ആമീൻ, ഞങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൻ വാതിലിലൂടെ കിടക്കാതെ വേറെ വഴിയായി കിടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. വേറെ വഴിക്ക് ആടിന്റെ കൂട്ടിൽ കിടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. ഞാൻ വാതിലാകുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് പറയാണ്, ഞാനാണ് വാതില്. ഞാനാണ് ആടിന്റെ നല്ല ഇടയൻ, ഞാനാണ്. അതുകൊണ്ട് ഞാൻ എന്താണ്, ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ആടുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച് അവയെ പുറത്തു കൊണ്ടുവരുന്നു. എനിക്കുള്ളവയെ ഞാൻ പുറത്തു കൊണ്ടുവന്ന് ഞാൻ അവയെ വേലികെട്ടി സൂക്ഷിക്കുന്ന ദൈവമാണ്. അന്യരുടെ ശബ്ദം അതറിയായകയാൽ അവർ അന്യനെ അനുഗമിക്കുന്നില്ല എന്ന് യേശു പറയുകയാണ്. ആടുകളുടെ വാതിൽ ആരാണ്? ഞാനാകുന്നു. ഹല്ലേലൂയ. മോഷ്ടിപ്പാൻ, മറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് നിത്യജീവൻ ഉണ്ടാകാൻ, സമൃദ്ധിയായി ഉണ്ടാകുവാനും ആണ് ഞാൻ വന്നിരിക്കുന്നത്. യേശു കർത്താവ് പറയുകയാണ്, അവർക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടി, ഹല്ലേലൂയ, സമൃദ്ധിയായി ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആരാണ്? ഞാൻ നല്ല ഇടയനാണ്. ഹല്ലേലൂയ, ഞാൻ എൻ്റെ ജീവനെ അവർക്ക് വേണ്ടി കളയുന്ന ദൈവമാണെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള സങ്കീർത്തനം 23-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് വരാം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഇവിടെ ദാവീദ് പറയുകയാണ്, തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ദാവീദ് വനാന്തരത്തിൽ ആട് നോക്കിക്കൊണ്ടിരുന്ന ദാവീദ് തൻ്റെ സഹോദരന്മാരിൽ കഴിവ് കുറഞ്ഞതായിട്ട് അപ്പനും അമ്മയും കണ്ട ദാവീദ് ആടിനെ നോക്കുവാനായി വനാന്തരത്തിൽ വിടുകയാണ്. ഹല്ലേലൂയ. സിംഹം, വന്യമൃഗങ്ങളുള്ള ആ കാട്ടിൽ അവൻ ആട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ സിംഹം അവനെ പിടിച്ച് അവനെ കീറിക്കളയാം. ആ ആടിനെ പിടിക്കുവാൻ സിംഹം വന്നപ്പോൾ അവൻ സിംഹത്തെ കീറിക്കളഞ്ഞു എന്ന് വിശുദ്ധ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. അത് എന്താണ്? ആടിന്റെ നല്ല ഇടയനാണ്. അവന്റെ ജീവൻ പണയം വെച്ച് അവന്റെ ജീവൻ കളഞ്ഞും ആ ആടിനെ, ഹല്ലേലൂയ, വന്യമൃഗങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാൻ അവൻ ശക്തനാണ്. വന്യമൃഗങ്ങളെ കാണുമ്പോൾ ഓടി ഒളിക്കുന്നവനല്ല നല്ല ഇടയനെന്ന് ദാവീദ് പറയുകയാണ്. ദാവീദ് ആട്ടിടയനായിരുന്നപ്പോൾ സിംഹം, ഹല്ലേലൂയ, പിടിക്കുവാൻ വന്നപ്പോൾ സിംഹത്തെ അവൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ, കീറിക്കളഞ്ഞു. ഒരു കരടി വന്നു, ഹല്ലേലൂയ, അതിനെയും അവൻ കീറിക്കളയുകയാണ്. അതുകൊണ്ട് അവൻ പറയുകയാണ്, ഞാൻ എൻ്റെ ജീവനെ പണയം വെച്ച് ഞാൻ എൻ്റെ ജീവനെ കളഞ്ഞും, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദാവീദ് ആ ആടിനെ സേവ് ചെയ്യുകയാണ്, രക്ഷിക്കുകയാണ്. ഇവിടെ ദാവീദ് പറയുകയാണ്,
ഈ യഹോവയുണ്ടല്ലോ, യഹോവ നല്ല ഇടയനാണ്. എന്താണ് യഹോവ നല്ല ഇടയനെന്ന് പറയുവാൻ കാരണം? ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അപ്പനും അമ്മയും എന്നെ തഴഞ്ഞിരുന്ന, എന്നെ ഉപേക്ഷിച്ചിരുന്ന കാലഘട്ടത്ത് ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചപ്പോൾ യഹോവ എന്നെ പൊക്കിയെടുത്ത് ഹല്ലേലൂയ ഇസ്രായേലിന്റെ സിംഹാസനത്തിന്മേൽ എന്നെ ഇരുത്തി. അത് എന്താണ്? യഹോവ എനിക്ക് നല്ല ഇടയനാണ്. അവൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനെതിരേക്ക് എന്നെ നടത്തുന്നു, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഹല്ലേലൂയ, ഞാൻ എത്ര കൂരിരുളിന്റെ താഴ്വരയിൽ കൂടി നടന്നു പോയാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എന്താണ്? ഹല്ലേലൂയ, ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദിന്റെ മകനായ അബ്സലോം ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി പുറകെ ഓടിച്ചു. പക്ഷെ ദാവീദ് അവിടെയൊക്കെ യഹോവ നല്ല ഇടയനായിരുന്നു. യഹോവ ദാവീദിനെ തൻ്റെ മകന്റെ കയ്യിൽ നിന്ന്, ശത്രുക്കളുടെ കയ്യിൽ നിന്ന്, ശൗൽ രാജാവിന്റെ കയ്യിൽ നിന്നൊക്കെ അവനെ വിടുവിച്ചു. അവന്റെ ശത്രുക്കൾക്ക് കാണെ അവന്റെ തലയില് അവന്റെ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു. അവന്റെ ആയുഷ്കാലത്തൊക്കെയും നന്മ അവനെ പിന്തുടർന്നു. അതുകൊണ്ട് ദാവീദ് തന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ദാവീദ് പറയുകയാണ്, യഹോവ നല്ല ഇടയനാണ്, യഹോവയെയാണ് ഞാൻ ശരണം പ്രാപിക്കുന്നത്. അതുകൊണ്ട് യഹോവ ആരാണ്? യഹോവ നല്ല ഇടയനാണെന്ന് ദാവീദ് തന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. നമുക്ക് എഗസ്കേൽ പ്രവചനം 34 അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുകയാണ്, തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇസ്രായേലിന്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. ചില ഇടയന്മാരുണ്ടല്ലോ, അവർ ആടുകളെ മേയ്ക്കാതെ അവർ തങ്ങളെ തന്നെയാണ് മേയ്ക്കുന്നത്. ആടുകളെ അല്ലയോ ഇടയന്മാർ മേയ്ക്കേണ്ടത്? നിങ്ങൾ മേധസ് തിന്നുകയും ആട്രോമം ഉടുക്കുകയും തടിച്ച് ഇരിക്കുകയും അറക്കുകയും ചെയ്യുന്ന ആടുകളെ നിങ്ങൾ മേയ്ക്കുന്നില്ലതാനും. ഹല്ലേലൂയ, ആടുകളെ മേയ്ക്കാതെ തന്നെ മേയ്ക്കുന്ന ഇടയന്മാരെ പറ്റി യഹോ പറയുകയാണ്. അത് ചിതറിപ്പോയ ദീനം പിടിച്ചിരിക്കുന്നതിനെ ചികിത്സിക്കുകയോ, ഒടിഞ്ഞതിനെ മുറിവെട്ടുകയോ, ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയോ, കാണാത്ത പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയുടെ ക്രൂരത. ഹല്ലേലൂയ, ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ. ആടുകളിൽ ചിലത് ദീനം പിടിച്ചതാണ്, ആ ദീനം പിടിച്ചതിനെ ചികിത്സിക്കാത്ത ഇടയൻ. ഹല്ലേലൂയ, ചിതറിപ്പോയവനെ തിരിച്ചു കൊണ്ടുവരാത്ത ഇടയൻ. ഹല്ലേലൂയ, അതിനെ അന്വേഷിക്കുകയോ ഹല്ലേലൂയ ചെയ്യാത്ത ഒരു ഇടയനെയാണ് നമ്മൾ ഇവിടെ എസ്കേൽ അവിടെ വിരിച്ചു കാണിക്കുന്നത്. അത് അവരുടെ ക്രൂരതയാണ്. അങ്ങനെയുള്ള ഇടയനെ അവ കാട്ടിലെ സകല മൃഗങ്ങൾക്കും അങ്ങനെ ചിതറിപ്പോയത് എന്താണ്? ആ ആടുകളുണ്ടല്ലോ, അത് കാട്ടിലെ സർവ്വ മൃഗങ്ങൾക്കും അത് ഇരയായിത്തീർന്നു. പറയുകയാണ്, യഹോവയുടെ വചനം കേൾപ്പീൻ, ഇടയനില്ലായകൊണ്ട് എൻ്റെ ആടുകൾ കവർച്ചയായി പോകുന്നു. എൻ്റെ ആടുകൾക്ക് നോക്കുവാനായിട്ട് ശക്തിയായ നല്ല ഒരു ഇടയനില്ലാത്തതുകൊണ്ട് ഈ ആടുകൾ എന്താണ്? അത് കവർച്ചയായി പോകുന്നു. ഞാൻ ഇടയന്മാർക്ക് ഇങ്ങനെയുള്ള ഇടയന്മാർക്ക് യഹോവയായ ദൈവം പറയുകയാണ്, ഞാൻ ഇങ്ങനെയുള്ള ഇടയന്മാർക്ക് വിരോധമായിരിക്കുന്നു. യഹോവ കർത്താവ് അപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ തിരിഞ്ഞു നോക്കും. ഒരു ഇടയൻ പോയിരിക്കുന്ന തൻ്റെ ആടുകളുടെ ഇടയിലിരിക്കുന്ന നാളിൽ തൻ്റെ ആട്ടിൻകൂട്ടെ അന്വേഷിക്കുന്ന പോലെ ഞാൻ എൻ്റെ ആടിനെ അന്വേഷിക്കും. ഞാൻ എൻ്റെ ഈ ആടുകളെ ഉണ്ടല്ലോ, ഇതിനെ ഞാൻ തന്നെ എന്നെ അന്വേഷിക്കും. കാണാതെ പോയതിനെ അന്വേഷിക്കുകയും ഓടിച്ച് കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഓടിഞ്ഞതിനെ മുറിവെട്ടുകയും ദീനം പിടിച്ചവനെ ശക്തീകരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ കൊഴുത്തതിനെയും ശക്തി ഉള്ളതിനെയും ഞാൻ നശിപ്പിക്കും. ഹല്ലേലൂയ, കൊഴുത്തിരിക്കുന്നതിനെയും ശക്തി ഉള്ളതിനെയും ഒക്കെ ഞാൻ എന്ത് ചെയ്യും? അതിനെ നശിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതായത് ചില ഇടയന്മാര് അവർ തങ്ങളെ തന്നെ മേയ്ക്കുന്ന ഇടയന്മാരാണ്. അവരെ ഞാൻ മാറ്റിക്കളയും, അവരെ ഞാൻ വെട്ടിക്കളയുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഒരു ഇടയവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വയ്ക്കുകയും തള്ളയാടുകളെ പതുക്കെ നടത്തുകയും ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ദൈവം പറയാണ്, ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വയ്ക്കുകയും തള്ളയാടുകളെ അവൻ എങ്ങനെയാണ് പതുക്കെ നടത്തുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ യഹോവ നമ്മുടെ ഇടയിലാണെങ്കിൽ നമുക്കൊന്നും പേടിക്കുവാനില്ല.
ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവൻ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഹല്ലേലൂയ അവൻ നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിലും മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഈ യേശുക്രിസ്തു ഉണ്ടല്ലോ, യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കണം. അവനിലാണ് രക്ഷ, അവനിൽ മാത്രമാണ് രക്ഷ എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുക. മറ്റൊരുത്തിലും രക്ഷയില്ല, മറ്റ് ഒരു മനുഷ്യനിലും ഹല്ലേലൂയ ലോകത്തിലെ വേറെ ഒന്നിലും നമുക്ക് എന്തില്ല, രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഭൂമിക്ക് കീഴിൽ ഏക ഒരു നാമം, അത് യേശുക്രിസ്തുവിന്റെ നാമമാണ് ഹല്ലേലൂയ എന്ന് പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ ഹല്ലേലൂയ പറയുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രത്തിൽ എപ്പോഴും ഹല്ലേലൂയ നമ്മൾ യേശു നമ്മുടെ ഇടയനാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പഠിക്കുവാനുള്ള, നിങ്ങൾ തെറ്റി ഉഴന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അത്യക്ഷമായ വിലയ്ക്ക്. നമ്മളെല്ലാവരും തെറ്റി ഉഴന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നമ്മളെല്ലാവരും ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അത്യക്ഷനുമായവെങ്കിലേക്ക് ആത്മാവിന്റെ ഉടയവനും, നമ്മുടെ ആത്മാവിന്റെ ഉടയവൻ ആരാണ്? ദൈവം തമ്പുരാനാണ്. അവന്റെ ഇടയിലേക്ക് നമ്മൾ മടങ്ങി വന്നിരിക്കുന്നു. നമ്മുടെ കുറുവാക്യത്തിലേക്ക് വരാം. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ നല്ല ഇടയനാണ്, അതുകൊണ്ട് ഞാൻ എന്താണ്, ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. ആ കുരിശ് യാഗത്തെ നോക്കിക്കൊണ്ടാണ് യേശു ക്രിസ്തു അത് പറയുന്നത്. നമുക്ക് വേണ്ടി പരമയാഗമായി ഹല്ലേലൂയ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരത്തിനായി യേശു ക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചു, അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. നമ്മുടെ പാപങ്ങളെ മാറ്റുവാൻ വേണ്ടി, നമ്മുടെ പാപങ്ങളെ കടലിന്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളയുവാൻ വേണ്ടി, നമ്മളെ ഹിമം പോലെ വെളുപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ പരമയാഗമായി തീർന്നത്. ഈ ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ യേശുവിന്റെ മാത്രം നോക്കുക, നമുക്ക് വേണ്ടി മരിച്ച യേശുവിലേക്ക് നോക്കുക, നമ്മൾ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. അവൻ നമ്മെ ചേർത്ത് കുഞ്ഞാടുകളെ മാറോട് ചേർത്ത് തള്ളയാടുകളെ പതുക്കെ നടത്തുന്ന എൻ്റെ യേശു ഉണ്ടല്ലോ, അവൻ നമ്മെ നടത്തും, അവൻ നമ്മെ അനുഗ്രഹിക്കും, അവൻ നമ്മെ ആശീർവദിക്കും. ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.